ഞാൻ 50-60 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ചെയ്യുന്ന കുറേ വർക്കൗട്ടുകൾ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് എടുത്താൽ മതി കേട്ടോ. എടുത്താൽ മതി എന്നല്ല, ഇതൊരു പാർട്ട് 2 ആണ്. തുടരെ ഞാൻ എൻ്റെ ബാക്കി വർക്കൗട്ടുകളൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകൾ ഞാനതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെറുങ്ങനെ ഒന്ന് ഇടുപ്പിങ്ങനെ ആട്ടി തുടങ്ങുക കേട്ടോ. ഇടുപ്പാട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ തുടങ്ങുക. ഓക്കെ, ഫസ്റ്റ് നമ്മളെപ്പോഴും നമ്മളെ ബോഡി ഒന്നിങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ആട്ടി തുടങ്ങുക കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വാമപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഏത് വർക്കൗട്ടും ചെയ്യാൻ പാടുള്ളൂ. കിടന്ന് ചാടിയില്ലെങ്കിൽ പോലും നമ്മൾ ചെറിയ രീതിയിൽ വാമപ്പ് ബോഡി കൊടുക്കേണ്ട. വാമപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആട്ടി തുടങ്ങുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം മാത്രം നമുക്ക് മെല്ലെ വർക്കൗട്ടിലേക്ക് പോകാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള വർക്കൗട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതേ കണക്കൊന്ന് ഇടുപ്പ് നന്നായിട്ടൊന്ന് കറക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇടത്തേക്കും വലത്തേക്കും ഒക്കെ നമ്മൾ കറക്കണം. രണ്ട് വശത്തേക്കും നമ്മളിത് എടുക്കണം, അല്ലാണ്ട് വൺ സൈഡ് മാത്രം നമ്മൾ എടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന വർക്കൗട്ടുകളാണ്. ഒന്നും മാറ്റി വയ്ക്കാൻ ഒന്നുമില്ല, എല്ലാം ചെയ്യേണ്ടുന്ന വർക്കൗട്ടാണ്. നമ്മൾ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വർക്കൗട്ട് കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൽ കാണിക്കുന്ന വർക്കൗട്ടുകൾ നിങ്ങൾ ഒട്ടും മടി കൂടാണ്ട് ദിവസം ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ആ സെയിം തന്നെയാണ്. ഇത് കൈ കുറച്ചുകൂടെ നമ്മൾ മുകളിലേക്ക് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും. ഇടുപ്പ് നന്നായിട്ടൊന്ന് കറക്കാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ തോന്നിച്ചാൽ അങ്ങനെ ചെയ്തോളൂ. ഇത് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ എടുത്ത് വെച്ച് കറക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്ട്രെച്ചിങ് ഫീൽ ഉണ്ടാവും. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഡിഫറൻസ് മനസ്സിലായിക്കോളും. ഓക്കെ, അത് നന്നായിട്ട് കറക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ വയറൊക്കെ കുറയാൻ വേണ്ടി എനിക്ക് നമ്മൾ ചാടാൻ പറ്റുന്നവർ ഇതെനിക്ക് ഇങ്ങനെ ചാടി എടുക്കാറുണ്ട്. നമ്മൾ ഇതേപോലെ ഇങ്ങനെ നമ്മൾ മ്യൂസിക് അനുസരിച്ച് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ ഉയർന്ന് ചാടാറുണ്ട്. അപ്പോൾ ഒത്തിരി ഏജൊക്കെ ഉള്ളവർക്ക് അങ്ങനെ നിന്നിട്ട് ചാടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതെടുത്ത് ബോഡി നല്ല സ്ട്രെയിറ്റ് പിടിക്കുക. എന്നിട്ട് ഇതേ കണക്ക് നിൽക്കുക. എന്നിട്ട് ഇതേ കാലെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാൽ ഇത്രത്തോളം ഉയർത്താൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിക്കണം. വളരെ കുറച്ചേ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റുന്നുള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ കാല് ഉയർത്തി ചെയ്തു തുടങ്ങുക. ഇത്രയും നിങ്ങൾക്ക് പറ്റുന്നുള്ളെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു തുടങ്ങുക. എപ്പോഴും നമ്മൾ പറ്റുന്ന രീതിയിൽ ചെയ്തു തുടങ്ങിക്കൊള്ളൂ. പോകെ നമുക്ക് അതിൻ്റെതായ മാറ്റം ഉണ്ടാകും കേട്ടോ. അത് 100% ഉറപ്പാണ്. നമ്മൾ പറ്റുന്ന പോലെ എല്ലാം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ 1-2 മാസം കഴിയുമ്പോൾ അതിൻ്റെ ചേഞ്ച് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ ഈ കൈയും കൂടെ ഒന്ന് വീശി എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വയറിനായിരുന്നാലും കാലിനായിരുന്നാലും നമ്മളെ ഹാർട്ടിനായിരുന്നാലും കൈക്കും ഷോൾഡറിനും എല്ലാം ഉപയോഗം തരുന്നതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന ഒറ്റൊരു കാരണം ഇത് എത്രത്തോളം നമ്മളിത് നിങ്ങൾക്ക് കാണാൻ പറയില്ല. നമുക്ക് ഇത് ബോഡിയുടെ ഏതൊക്കെ പാർട്ടാണ് വർക്കാവുന്നത് നിങ്ങൾക്കിത് കാണാൻ പറയും. ഈ വർക്കാവും തന്നെയാണ് നമ്മളെ ബോഡിയുടെ പാർട്സുകൾ ഇങ്ങനെ ഏതൊക്കെ വർക്കാവുന്നുള്ളത് തന്നെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അതെന്താണ്, ഇതെങ്ങനെയാണ് നമുക്ക് ബോഡിയിലോട്ട് വരുന്നതെന്ന്. ഇനി നിങ്ങൾക്ക് കാലങ്ങനെ നിന്ന് പൊക്കാൻ പറ്റില്ല. ഇത് ചുവരിൽ ഇതുപോലെ പിടിച്ചിട്ടൊന്ന് പൊക്കിയാൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ തന്നെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചുവരുമേൽ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ കാല് ഉയർത്താൻ പറ്റുകയും വയറിന് ഏറ്റവും ഗുണം ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ഈ കാണിച്ച രീതിയിൽ ചെയ്യാം. അപ്പം ഞാൻ തീരെ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റാത്തവർക്കും കൂടെ പറഞ്ഞാൽ പിന്നെ അത് മാത്രം അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ചുവരിൽ പിടിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാം. അല്ലാണ്ട് ഒന്ന് മാത്രം ചെയ്ത് പോണ്ട. ഞാൻ ഈ കാണിച്ച രണ്ടും ചെയ്യാം കേട്ടോ. പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലായി നമ്മുടെ ആ ഇടുപ്പിൻ്റെ ഭാഗം നന്നായിട്ട് കറങ്ങുന്നുണ്ട്. അതായത് ഇങ്ങനെ തിരിയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ബോഡിയുടെ ആ ഷേപ്പൊക്കെ വരാനായിട്ട് ഇപ്പോൾ ഈ ഷേപ്പൊക്കെ വരുമെന്ന് പറയുമ്പോഴത്തേക്ക് 1 മാസം 2 മാസം ചെയ്യുമ്പോൾ ഷേപ്പ് വരുമെന്ന് ഞാൻ ആരോടും പറയില്ല. ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചായിരിക്കും ഓരോരുത്തർക്ക് ഫലം കിട്ടുന്നത്. അതും കൂടെ മനസ്സിലാക്കുക കേട്ടോ. ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് ഓരോ രീതിയിലാണ്. ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്, ചിലർക്ക് വളരെ താമസിച്ചുള്ളെങ്കിലും 1 മാസം 2 മാസം ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഇതിൻ്റെ കാലിത് ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോ. നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് കാണുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. പക്ഷെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ശരി നിങ്ങൾക്ക് ചിലപ്പോൾ അപ്പോൾ നിർത്തേണ്ട ആവശ്യമില്ല. 1, 2, 3 വട്ടം ട്രൈ ചെയ്യുമ്പോൾ ഏത് കാര്യം ശരിയാവുള്ളൂ കേട്ടോ. ഇത് ചെയ്യാൻ നിങ്ങൾ ഒട്ടും മടിക്കാതായിട്ട് നിങ്ങൾക്ക് ഇത് വേണ്ടുന്ന കാര്യമാണ് ഞാൻ ഈ വർക്കൗട്ടിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വർക്കൗട്ടിലൂടെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതേ കണക്കാണ് കേട്ടോ. കാലിതേ സമസം വയ്ക്കുക. കാല് ദൂരേക്ക് കൊടുക്കുമ്പോൾ ആണ് കൈ ഇതേ ഇങ്ങനെ ഉയർത്തി കൊടുക്കേണ്ടത് കേട്ടോ. അതിപ്പോൾ ശ്രദ്ധിച്ച് ചെയ്തോളൂ. കാലിങ്ങനെ ദൂരേക്ക് വെക്കുമ്പോഴാണ് കൈ ഇതേ ഇങ്ങനെ ഉയർത്തി കൊടുക്കേണ്ടത് കേട്ടോ. കണ്ടത് കണ്ടോ.
അപ്പോൾ ആ നിൽക്കുന്ന പൊസിഷനാണെങ്കിൽ നമ്മൾ കാല് വെക്കുന്ന രീതി, ബോഡി ചെരിച്ചെടുക്കുന്നത്, അപ്പോൾ ഇതെല്ലാം ഒന്ന് മെല്ലെ ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ദിവസം ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ലതാണ്. നമ്മുടെ ഇപ്പോൾ ഇതായത് നമ്മുടെ കാല് കണ്ടോ, കാല് വർക്കാവുന്നുണ്ട്, അപ്പോൾ കാലിനത് ഉപയോഗിക്കുന്നുണ്ട്. കൈ വർക്കാവുന്നുണ്ട്, അപ്പോൾ കൈയിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഷോൾഡർ, കൈ പൊക്കാൻ പറ്റാത്തവർക്ക്, പിന്നെ നമ്മളെ വയറിൻ്റെ ഭാഗം, നമ്മളെ ഇടുപ്പിൻ്റെ ഭാഗം, അങ്ങനെ ഒത്തിരി ഗുണമുണ്ട്. ഇതിൽ കാണിക്കുന്ന എല്ലാ വർക്കൗട്ടും നിങ്ങൾക്ക് എല്ലാ പ്രായക്കാർക്കും ചെയ്യാം. ഞാനിതിൽ പ്രത്യേകിച്ച് 50 വയസ്സിന് മേലെന്ന് പറയുന്ന കാര്യം അവർക്ക് അധികം ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ചില 50 വയസ്സിന് മുകളിലുള്ളവരൊക്കെ നന്നായിട്ട് ചാടി ചെയ്യുന്നവരുണ്ട്, 60 വയസ്സിന് മുകളിലും ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ചാടി ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇത് കണക്കാണ് കേട്ടോ. ഇതേ കണക്ക് മുകളിലേക്ക് കൊടുക്കുക കേട്ടോ. നമ്മളെ ബാക്ക് ഫാറ്റൊക്കെ കുറയ്ക്കാൻ നന്നായിട്ട് ഫലം ചെയ്ത് നോക്കുന്നത്. ബാക്ക് ഫാറ്റ് മാത്രമല്ല, നമ്മളെ ഇടുപ്പിൻ്റെ ഭാഗമൊക്കെ എപ്പോഴും നമ്മൾ ഇടുപ്പിൻ്റെ ഭാഗം നമ്മൾ എത്രത്തോളം വർക്കാക്കി കൊടുക്കുന്നു അത്രത്തോളം ഫ്ലെക്സിബിലിറ്റി കൂടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ബലം പിടുത്തമുണ്ടല്ലോ, നമുക്ക് ബോഡി വഴങ്ങുന്നില്ല, കുനിയാൻ തിരിയാൻ മറിയാൻ വയ്യ എന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ അത് നന്നായിട്ട് മാറും നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ. ആ ഒരു ഗുണവും നമുക്കുണ്ടാവും. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ മാറും. പിന്നെ നമ്മുടെ ബോഡി ഒന്ന് ഷേപ്പായിരിക്കും. പിന്നെ മാത്രമല്ല, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ശരീരം അതുപോലെ ഇരിക്കും. പിന്നെ അതിൽ ഒരു വണ്ണം നമുക്ക് ഇറങ്ങാണ്ട് നമുക്ക് അതേപോലെ സൂക്ഷിച്ചു കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മൾ മെലിഞ്ഞില്ലെങ്കിൽ പോലും തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരം ഉള്ളത് അതിൽ നിന്ന് വണ്ണം കൂടാണ്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് വർക്കൗട്ടിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നും ഇല്ല. ഞാനത് പറയുന്നത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം ചെയ്യാൻ കേട്ടോ. ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല, ഇത് ഫേക്കാണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് റിസൾട്ട് ഇതൊന്നും വിചാരിക്കേണ്ട. റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നല്ല, നിങ്ങളിത് ചെയ്തോളൂ. നിങ്ങളുടെ ഹെൽത്തി ബോഡി ആയിട്ടിരിക്കട്ടെ, ഉള്ള ശരീരം അതുപോലെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുക. വണ്ണം കൂടാണ്ടിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. മാത്രമല്ല നമുക്ക് ഒത്തിരി മസിൽസൊക്കെ ബലപ്പെടും, നമ്മുടെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഇതിപ്പോൾ 1 2 3 4 നമ്മുടെ കൈ എപ്പോഴും താക്കേണ്ടത് കേട്ടോ. അതൊരു എണ്ണം വെച്ചപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ഈസിയാണ്. 4 എന്ന് പറയുമ്പോൾ നമ്മൾ കൈ താക്കുന്നതിൻ്റെ കൂടെ തന്നെ കാലിങ്ങനെ തിരിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. ഞാനിതെടുത്ത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ കറക്റ്റ് തന്നെ ചെയ്തോളൂ. തെറ്റൊരിക്കലും ചെയ്ത് വെക്കേണ്ട. നമ്മൾ എടുക്കുന്നതിനൊരു ഫലം വേണമല്ലോ നമുക്ക്. അപ്പോൾ എപ്പോഴും 1 2 3 4 എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ സ്പീഡ് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഞാൻ ഫസ്റ്റ് സ്ലോ കാണിച്ചിരുന്നു. സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നമ്മൾ ചെയ്യുമ്പോൾ. അതായത് നിങ്ങൾ ചെയ്ത് നല്ല ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങനെ നല്ല സ്പീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ആ കൈയൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ ആ ഭാഗത്തുള്ള നമ്മുടെ ബഡ് ചെയ്ത് നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കുള്ളതാണ്. ഉടുപ്പൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ തള്ളി നിൽക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ചെയ്യുന്നതിലൂടെ ഒരു 16 ഗുണം കിട്ടുമെന്ന് പറയുന്നതാണ്. നമ്മളെ ബോഡിക്ക് ഫുള്ള് നമ്മുടെ കൈ അനങ്ങുന്നതുകൊണ്ടും കാലിനൊക്കെ ഒത്തിരി ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും മടിക്കാണ്ട് ഉറപ്പായിട്ടും ചെയ്തോളൂ. തീരെ മടിക്കണ്ട കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ ഇത് പാർട്ട് 2 ആയിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് 3 വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒട്ടും മടിക്കേണ്ട. നെക്സ്റ്റ് വരുന്നത് താഴേക്കാണ് കേട്ടോ. ഇതേപോലെ കണ്ടോ. അതും സെയിം തന്നെയാണ്. 1 2 3 4 പറയുമ്പോൾ താഴേക്ക് എടുക്കട്ടെ. ആദ്യമൊക്കെ ഒത്തിരി പാടാണെങ്കിലും ചെയ്ത് ശീലമാകുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. എല്ലാ ദിവസവും ചെയ്തോളൂ, നിങ്ങൾക്ക് അതിൻ്റേതായ റിസൾട്ട് കിട്ടും, 100% ഉറപ്പാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 3 ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്തോളൂ. നിങ്ങളെ ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ, ബോഡിയൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോവുക. അത് ചെയ്യേണ്ടത് നിങ്ങൾ മടി മാറ്റിയിട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറയുന്ന കണക്ക് വാമപ്പ് ചെറിയ രീതിയിൽ വാമപ്പ് കൊടുത്തിട്ട് തന്നെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു.